ഒരാളുടെ ഹീമോഗ്ലോബിനും WBCയും അതുപോലെ പ്ലേറ്റ്ലെറ്റും മൂന്നും വളരെ കുറവാണെന്നിരിക്കട്ടെ, അതിനർത്ഥം ബ്ലഡ് ക്യാൻസർ എന്നാണോ? നമുക്ക് നോക്കാം. സോ ഞങ്ങൾക്കൊരു പേഷ്യൻ്റ് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് കണ്ടിന്യൂസ് എപ്പോഴും ഫീവർ, അതുപോലെ വിട്ടുമാറാത്ത ഇൻഫെക്ഷൻസ്, അതുപോലെ ശരീരത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചതഞ്ഞ പാടുകൾ, അങ്ങനെയൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ പുള്ളിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ പറഞ്ഞ 3 കൗണ്ടുകളും വളരെ കുറവാണ്. സോ ഒബ്വിയസ്ലി ഒരു ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ സസ്പെക്റ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ബോൺമാരോ ഫെയിലർ ആയിരിക്കാം, അല്ലെങ്കിൽ ലുക്കീമിയ ആയിരിക്കാം, ഇനി അതും അല്ലെങ്കിൽ എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കാം. ഇങ്ങനെ ഈ 3 കൗണ്ടുകളും ലോ ആവുന്നതിന് പാൻസൈറ്റോപീനിയ എന്നാണ് ഹെമറ്റോളജിയിൽ പറയാറ്. ഓക്കെ, അങ്ങനെ പുള്ളിയുടെ ഡയഗ്നോസിസ് ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ 2 ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും, B12ൻ്റെ 2 ഇഞ്ചക്ഷൻസ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ കൗണ്ട്സ് സ്ലോലി റൈസ് ആവാൻ തുടങ്ങി. ഓക്കെ, സോ നമ്മളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ലോ കൗണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ പാനിക് ആവേണ്ടതില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ അവെയർ ആയിരിക്കണം. ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഇത് എല്ലായ്പ്പോഴും ക്യാൻസർ ആയി കൊള്ളണമെന്നില്ല. അപ്പോൾ ഇങ്ങനൊരു ബ്ലഡ് റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളിത് കയ്യിൽ കിട്ടുമ്പോൾ ആണ് ഇങ്ങനെ കാണുന്നതെങ്കിൽ അതിന് അർജൻറ്റായിട്ട് ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ട ഒരു കേസാണ്. ഇൻ കേസ് രോഗിക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ചാണ് കാണുന്നതെങ്കിൽ അവരൊരിക്കലും വീട്ടിൽ വിടില്ല. ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ അവരെ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.